റോഡിലെ ട്രാക്കിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടതിന് കണ്ടക്ടർക്ക് യുവാവിന്റെ ക്രൂരമർദ്ദനം. പുതിയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. വട്ടോളി സ്വദേശി മാവുള്ളപ്പറമ്പത്ത് ദിവാകരനാണ് പരിക്കേറ്റത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് ചെയ്യുന്നു. ഷഹദ്, ഇപ്പോൾ വടകരയിൽ ഒരു ആൾക്കൂട്ട ആക്രമണത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത് അല്പസമയമാകുന്നേ ഉള്ളൂ. മറ്റൊരു മർദ്ദനത്തിന്റെ വാർത്ത കൂടി വടകരയിൽ നിന്ന് വരുന്നു. എപ്പോഴാണ് ഈ അതിക്രമം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? ആരാണ് മർദ്ദിച്ചത്? സുഹേൽ, വടകര പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ദിവാകരൻ എന്ന് പറയുന്ന സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് നേരെയാണ് ഈ ആക്രമണം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇന്നലെയാണെങ്കിലും ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത് അല്പസമയം മുൻപാണ്. അതായത് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ പുലർച്ചെ ഏകദേശം ഒരു 6 മണി 6:30 കൂടിയിട്ടാണ്. ബസ് പുറകിലേക്ക്, ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ ഈ ബസിന്റെ ട്രാക്കിൽ പുറകിലേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ പുറകിൽ നിന്നിരുന്ന ഒരു യുവാവിനോട് ഈ കണ്ടക്ടർ മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഈ കണ്ടക്ടർ പുറത്തിറങ്ങി വരികയും ഈ യുവാവിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഈ യുവാവ് പ്രകോപിതനാവുകയും ഈ കണ്ടക്ടറെ ഇടിച്ച് വീഴ്ത്തുകയുമാണ് ചെയ്യുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഉടൻ തന്നെ ഈ കണ്ടക്ടർ നിലത്തി വീഴുന്നു. CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. പക്ഷെ ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഈ കണ്ടക്ടർക്കോ അവിടെ കൂടി നിന്ന ആളുകൾക്കോ മനസ്സിലായില്ല. മാത്രവുമല്ല, ഈ കണ്ടക്ടർ നിലത്ത് വീണ ഉടൻ തന്നെ ഈ യുവാവ് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു നിമിഷം ഈ കണ്ടക്ടർക്ക് നിലത്ത് നിന്ന് എണീക്കാൻ പറ്റാതെ കണ്ടക്ടർ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഇയാൾ എണീക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും ഈ കണ്ടക്ടറെ നിലത്ത് നിന്നും എണീപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ യുവാവ് ആരാണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇതൊരു അതിഥി തൊഴിലാളിയാണ് എന്ന ഒരു നിഗമനത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.